ഹലോ, എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഷ്റൂം മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് ചെയ്തിട്ട് വരാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മൾ മഷ്റൂം എല്ലാം ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചെറുതായി മുറിച്ച സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1.5 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വറ്റി വരണം. ഇതൊന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്ത മഷ്റൂമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് സെറ്റാക്കി എടുക്കണം. അത് ചെയ്തെടുക്കാം. ഇതാ നമ്മളെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതൊന്ന് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അതൊന്ന് കുറുകി വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചെറുതായി മുറിച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ രുചികരമായ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള മഷ്റൂം മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.